ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മുടെ ഒരു 41 ഡേ ചലഞ്ചിൻ്റെ 9ാമത്തെ ദിവസമാണ്. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരു ഡ്രസ്സ് നമുക്ക് എപ്പോഴും കിട്ടുമ്പോൾ അതൊരു പെർഫെക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു പെർഫെക്റ്റ് ഫിറ്റിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കും. കാരണം നമ്മളൊരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കും നമ്മളൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഇടുമ്പോൾ അത് പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സങ്കടം തോന്നും. ആ ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതലൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ബൊട്ടിക്ക് നടത്തുന്ന ആളാണെങ്കിലും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മെഷർമെൻറ്റ് എടുക്കുന്നതിലായിരിക്കണം. ആ മെഷർമെൻറ്റ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സ് തയ്ച്ചു കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും അത് പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ ഒരുപാട് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് പ്രഷർ വരും, നമുക്ക് ലേബേഴ്സിൻ്റെ അടുത്ത് അത് പ്രഷർ ചെയ്യിക്കേണ്ടി വരും, റീഫണ്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരാറുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെഷർമെൻറ്റ് കറക്റ്റായിട്ടിരിക്കുക. അവർക്ക് എത്രമാത്രം ലൂസാണോ ഫിറ്റ് വേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു ലൂസ് ഫിറ്റ് കൊടുത്ത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മൾ അവരുടെ ഒരു ബോഡി ഷേപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കുക. ഇനി നിങ്ങൾ ഓൺലൈനിൽ സ്റ്റിച്ചഡ് ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യേകം ഒരു സൈസ് ചാർട്ട് ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ പ്രോഡക്റ്റ് നിങ്ങൾ പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവർക്ക് പരിചയപ്പെടുത്തുമ്പോൾ തന്നെ നമ്മൾ ആ സൈസ് ചാർട്ടുകളെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ക്വാളിറ്റീസ് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം, ഇപ്പോൾ വീട്ടിലിരുന്നൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർ അത്രയും തന്നെ അതിൻ്റെ പെർഫെക്ഷൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് വീട്ടിൽ കൊടുക്കാനായിട്ട് ആളുകൾക്ക് മടി. കാരണം ഒരു ഒഫീഷ്യലായിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു സെൻറ്ററിൽ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ ഉണ്ടാവും, അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അവരവിടെ വലിയ ഷോപ്പുകളൊക്കെ കൊണ്ട് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വീട്ടിലിരുന്ന് ഹോം ആയിട്ട് ബൊട്ടിക്ക് ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഷോപ്പ് ആയിട്ട് ചെയ്യുന്ന ആളാണെങ്കിലും തീർച്ചയായിട്ടും ആ സ്റ്റിച്ചിങ്ങിൻ്റെ പെർഫെക്ഷൻ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നെക്ക് ലൈൻ സ്റ്റിച്ച് ചെയ്തേക്കണം, അതിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തേക്കുന്നതും അതുപോലെ അതിൻ്റെ ഉള്ളിൽ ഉള്ള നീറ്റ്നെസ്, അതായത് സ്റ്റിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പല തരത്തിലുള്ള ലോക്ക് മെത്തേഡൊക്കെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഫ്രഞ്ച് സീം ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഫ്രഞ്ച് സീം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒട്ടും നമ്മുടെ സീം അലവൻസ് പുറത്ത് കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് തന്നെ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് മെത്തേഡൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു മെത്തേഡൊക്കെ നമ്മൾ പരീക്ഷിച്ച് നമ്മളത് എക്സ്പേർട്ട് ആവണം. കാരണം അതല്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മറ്റുള്ള ആളുകൾക്ക് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത് അവിടെ ഒക്കെ ചില്ലി പറഞ്ഞ് അല്ലെങ്കിൽ ത്രെഡൊക്കെ പൊങ്ങിയൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും ഒരു ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റിച്ചിങ് ആണെന്ന് തന്നെ മനസ്സിലാക്കും. അപ്പോൾ നമ്മളൊരു ഓൺലൈനിൽ ബൊട്ടിക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതല്ല, നമ്മൾ റീസെല്ലിംഗ് പോട്ടെ, നമ്മൾ ഒരു വസ്ത്രം നിർമ്മിച്ച് കൊടുക്കുന്ന ഒരു ഓണ്ടർപ്രനറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ആ സ്റ്റിച്ചിങ്ങിൻ്റെയും ഒക്കെ നമ്മുടെ ആ ഡ്രസ്സിൻ്റെ ഫിനിഷിങ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ത്രെഡുകൾ സാധനങ്ങളെല്ലാം യൂസ് ചെയ്യുക. എംബലിഷ്മെൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും നല്ല നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എംബലിഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. എല്ലാം വളരെ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, എപ്പോഴും ഭയങ്കര സ്പീഡിൽ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ സ്പീഡിൽ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ ഒട്ടും കുറവ് വരാനായിട്ട് പാടില്ല. കാരണം വില കൂടിയ വസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ ഒത്തിരി സ്പീഡിൽ ഫാസ്റ്റായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തൊക്കെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഉണ്ടാവുകയില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതൊരു നല്ല ആക്യുറേറ്റ് ആയിട്ട് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ നമ്മുടെ ആ വർക്കിംഗ് സ്പേസ് ഒക്കെ നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ക്ലംസി ആക്കി ഇടാതിരുന്ന് കഴിഞ്ഞാൽ ശരിക്കും നമുക്കത് പെട്ടെന്ന് തന്നെ എടുക്കാനും അതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കും. സോ ഇത് നമ്മൾ ഒരു വർക്ക് ലേബേഴ്സിനെ വെച്ച് ചെയ്യിക്കുന്നതാണെങ്കിലും നമ്മൾ ഓണർ എന്ന നിലയ്ക്ക് നമുക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ നല്ലൊരു ബോധ്യം ഉണ്ടായിരിക്കണം. കാരണം കസ്റ്റമർ എപ്പോഴും വന്നിട്ട് ലേബേഴ്സിനോടായിരിക്കില്ല കംപ്ലൈൻറ്റ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ലേബേഴ്സിനെ വെച്ച് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ഒരു ഓവറോൾ അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ അതിനകത്ത് വേണം. വരുന്ന ലേബേഴ്സ് എങ്ങനെ വേണമെങ്കിലും പെരുമാറി അവരെ എങ്ങനെയും വേണമെങ്കിലും സ്റ്റിച്ച് ഇതൊക്കെ ചെയ്ത് വെക്കാം. പക്ഷേ നമുക്കത് മേൽനോട്ടം വഹിക്കുവാനായിട്ട് ഒരു കൃത്യമായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് സിസ്റ്റം വേണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു കറക്റ്റായിട്ടുള്ള സ്റ്റെപ്പുകളൊന്നും ഫോളോ ചെയ്യാതെ എന്തെങ്കിലും രീതിയിൽ അത് സ്റ്റിച്ചൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് എന്താ പറയുക കംപ്ലൈൻറ്റുകൾ വരും. അപ്പോൾ ഈ കംപ്ലൈൻറ്റുകൾ തീർക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം പെർഫെക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് എടുക്കുക. നമ്മൾ ഓൺലൈനിൽ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നതെങ്കിൽ അതിൻ്റെ ഒരു സൈസ് ചാർട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അത് കൃത്യമായിട്ട് ആ റൂൾ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ വളരെ ക്വാളിറ്റി
ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ നല്ല വില കൂടിയ വസ്ത്രങ്ങളിലൊക്കെ ആണെങ്കിൽ, കൂടിയ മെറ്റീരിയലുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ താഴെ ലൈനിങ് ആണെങ്കിൽ യൂസ് ചെയ്യുന്നത് വളരെ ക്വാളിറ്റി ഉള്ളത് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു ബൊട്ടിക്കാണെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നാണെങ്കിലും അല്ലെങ്കിൽ ഷോപ്പിലിരുന്നാണെങ്കിലും നമ്മൾ കുറച്ച് പ്രാവശ്യം അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയും അതിലൂടെ നമ്മുടെ ഒരു ബിസിനസ്സിനെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഓൺലൈനിൽ ചെയ്യുവാണെങ്കിൽ പോലും ഈ ഓൺലൈനിൽ ഒരു പ്രാവശ്യം വാങ്ങിച്ച ആൾ പിന്നെയും പിന്നെയും വാങ്ങിക്കണമെങ്കിൽ, ആ കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ക്വാളിറ്റി വളരെ പെർഫെക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. സോ ഒരു സ്റ്റിച്ചിങ്ങിന് ഒരു വസ്ത്രനിർമ്മാണ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് അറിയാലോ. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സോ നിങ്ങൾ ഓരോ ചെറിയ ടാസ്കുകളാണെങ്കിലും അത് ചെയ്ത് നോക്കി പരീക്ഷിച്ച് നോക്കുക. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. അതായത് ഇപ്പോൾ ഫ്രഞ്ച് സീമൊക്കെ എങ്ങനെയാണ് ചെയ്യണത്, സീം അലവൻസ് ഒക്കെ എങ്ങനെ അത് മെയിൻറ്റെയിൻ നല്ല രീതിയിൽ ഫിനിഷിങ്ങിൽ ചെയ്യാൻ പറ്റും. അതുപോലെ സ്ലീവിൻ്റെ അറ്റാച്ച്മെൻറ്റ് നല്ല രീതിയിൽ സ്ലീവ് അറ്റാച്ച്മെൻറ്റ് ചെയ്യുക. ചുളുങ്ങിയൊക്കെ ഇരിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ സ്ലീവ് അറ്റാച്ച്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഒരു യുണീക്ക്നെസ് അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് അടുത്ത ചലഞ്ചിലേക്ക് കാണുന്നവരേക്കും നന്ദി. ബൈ ബൈ. ടേക്ക് കെയർ.